വാർത്തകൾ വിശദമായി. മണ്ഡല മകരവിളക്ക് കാലത്ത് 51 യുവതികൾ പ്രശ്നങ്ങളില്ലാതെ ശബരിമലയിൽ ദർശനം നടത്തിയെന്ന് സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയെ അറിയിച്ചു. ഇവരുടെ വിശദമായ പട്ടികയും ഡിജിറ്റൽ സ്കാനിലൂടെ കിട്ടിയ ദൃശ്യങ്ങളടക്കമുള്ള തെളിവുകളുമാണ് സർക്കാർ കോടതിയിൽ സമർപ്പിച്ചത്. ശബരിമല ദർശനം നടത്തിയതിന്റെ പേരിൽ സംഘപരിവാർ ആക്രമണം നേരിടുന്ന ബിന്ദുവിനും കനകദുർഗയ്ക്കും ഇപ്പോഴുള്ള സംരക്ഷണം തുടരണമെന്ന് സുപ്രീം കോടതി ഉത്തരവിട്ടു. ശബരിമലയിൽ കയറിയ ശേഷം നിരന്തരം സംഘപരിവാർ ഭീഷണി നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് പൂർണ്ണ സുരക്ഷ ആവശ്യപ്പെട്ട് ബിന്ദുവും കനകദുർഗയും കഴിഞ്ഞ ദിവസം സുപ്രീം കോടതിയെ സമീപിച്ചത്. തുടർന്ന് റിട്ട് ഹർജി പരിഗണിച്ച ചീഫ് ജസ്റ്റിസ് ഇവരുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകേണ്ടത് സർക്കാരിന്റെ ഉത്തരവാദിത്തമാണെന്ന് ഉത്തരവിട്ടു. ഇവർക്കുള്ള സംരക്ഷണം തുടരാൻ കോടതി നിർദ്ദേശിച്ചു. വിധിയുടെ അടിസ്ഥാനത്തിൽ 10നും 50നും ഇടയിൽ പ്രായമുള്ള 7564 സ്ത്രീകൾ അയ്യപ്പ ദർശനത്തിനായി ഓൺലൈനായി രജിസ്റ്റർ ചെയ്തിരുന്നു. ഇവരിൽ 51 പേർ പ്രശ്നങ്ങളില്ലാതെ സന്നിധാനത്തെത്തുകയും ദർശനം നടത്തിയെന്നും സർക്കാരിന് വേണ്ടി ഹാജരായ മുതിർന്ന അഭിഭാഷകൻ വിജയ് ഹസാരിയ കോടതിയെ അറിയിച്ചു. ഇവരുടെ വിശദമായ പട്ടികയും ഡിജിറ്റൽ സ്കാനിലൂടെ കിട്ടിയ ദൃശ്യങ്ങളടക്കമുള്ള തെളിവുകളുമാണ് സർക്കാർ കോടതിയിൽ സമർപ്പിച്ചത്. ഈ പട്ടികയിൽ കൂടുതലുള്ളത് ആന്ധ്ര, തമിഴ്നാട് സ്വദേശികളാണ്. 24 പേർ തമിഴ്നാട് സ്വദേശിനികളും 21 പേർ ആന്ധ്രയിൽ നിന്നുള്ളവരും 3 പേർ തെലങ്കാനയിൽ നിന്നുള്ളവരും കർണാടക, ഗോവ, പോണ്ടിച്ചേരി എന്നിവിടങ്ങളിൽ നിന്ന് ഓരോരുത്തരുമാണ് പട്ടികയിലുള്ളത്. പേര്, വയസ്സ്, ആധാർ നമ്പർ, മൊബൈൽ നമ്പർ, വിലാസം ഉൾപ്പെടെയുള്ള വിവരങ്ങൾ പട്ടികയിലുണ്ട്. എന്നാൽ ഈ പട്ടിക തെറ്റാണെന്ന് ഭക്തർക്കായി ഹാജരായ അഭിഭാഷകർ വാദിച്ചു. എന്നാൽ ഇതിന്റെ കൂടുതൽ കാര്യങ്ങളിലേക്ക് ഇപ്പോൾ കടക്കേണ്ടതില്ലെന്നും കേസുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യവും ഞങ്ങൾക്കറിയാമെന്നും കോടതി നിരീക്ഷിച്ചു. ബിന്ദുവും കനകദുർഗയും റിട്ട് ഹർജിയിൽ ആവശ്യപ്പെട്ട മറ്റു കാര്യങ്ങളിലേക്ക് കോടതി കടന്നിട്ടില്ല. ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ്, ജസ്റ്റിസ് നാഗേശ്വർ റാവു, ജസ്റ്റിസ് ദിനേശ് മഹേശ്വരി എന്നിവരടങ്ങിയ ബെഞ്ചാണ് ഹർജി പരിഗണിച്ചത്. മണ്ഡലകാലത്തിനു ശേഷം നട അടയ്ക്കാനിരിക്കുകയാണ്. അതുകൊണ്ട് ഇപ്പോൾ ഈ കേസ് അടിയന്തര പ്രാധാന്യത്തോടെ പരിഗണിക്കേണ്ടതില്ലെന്ന് ദേവസ്വം ബോർഡിന് വേണ്ടി ഹാജരായ സീനിയർ അഭിഭാഷകൻ രാകേഷ് ദ്വിവേദി വാദിച്ചു. മുതിർന്ന അഭിഭാഷക ഇന്ദിരാ ജയ്സിംഗാണ് ബിന്ദുവിനും കനകദുർഗയ്ക്കും വേണ്ടി ഹാജരായത്. ഇപ്പോൾ സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയെ അറിയിച്ച വിവരങ്ങൾ വെർച്വൽ ക്യൂ മുഖാന്തരമുള്ളതാണ്. എന്നാൽ ഭരണഘടനാ ബെഞ്ച് ഈ വിഷയം പരിഗണിക്കുമ്പോൾ ഇതുവരെ ദർശനം നടത്തിയ എല്ലാവരുടെയും പട്ടികയിൽ നിന്നുള്ള ഒരു വിവരം സുപ്രീം കോടതിയെ അറിയിക്കേണ്ടി വരും. എന്തായാലും ഈ വരുന്ന ജനുവരി 22-ന് ഭരണഘടനാ ബെഞ്ച് ഈ വിഷയം പരിഗണിക്കുമെന്നുള്ളത് കാത്തിരുന്നു കാണേണ്ടി വരും. കാരണം ഇപ്പോൾ ജസ്റ്റിസ് ഇന്ദു മൽഹോത്ര അവധിയിലാണ്. സുപ്രീം കോടതിയിൽ നിന്നും ഹരീഷ് ചരങ്ങാട്ട്. ശബരിമലയിലെത്തിയ 51 യുവതികൾ ഓൺലൈൻ രജിസ്ട്രേഷനിലൂടെ എത്തിയവരെന്ന് ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ. ഈ സീസണിൽ 44 ലക്ഷം പേർ ശബരിമലയിൽ ദർശനം നടത്തി. ഇതിൽ ഓൺലൈൻ രജിസ്ട്രേഷനിലൂടെ മാത്രം എത്തിയത് 8.2 ലക്ഷം പേർ. 7564 യുവതികളും ഓൺലൈൻ രജിസ്റ്റർ ചെയ്തിരുന്നു. കനകദുർഗയും ബിന്ദുവും എത്തിയത് രജിസ്റ്റർ ചെയ്യാതെയെന്നും ദേവസ്വം മന്ത്രി സ്ഥിരീകരിച്ചു. മണ്ഡല മകരവിളക്ക് മഹോത്സവത്തിന് തുടക്കം കുറിച്ച വൃശ്ചികം 1 2018 നവംബർ 16 മുതലുള്ള കണക്കാണ് സംസ്ഥാന സർക്കാർ ഇന്ന് സുപ്രീം കോടതിയിൽ സമർപ്പിച്ചത്. ഇതിൽ ആകെ ദർശനം നടത്തിയവർ 44 ലക്ഷം പേർ എന്ന് വ്യക്തമാകുന്നു. 16 ലക്ഷം പേർ ഓൺലൈനിൽ ദർശനത്തിനായി രജിസ്റ്റർ ചെയ്തപ്പോൾ 8.2 ലക്ഷം പേരാണ് ദർശനം നടത്തിയത്. ഇതിൽ തന്നെ 10നും 50 വയസ്സിനും മധ്യപ്രായമുള്ള 7564 യുവതികൾ രജിസ്റ്റർ ചെയ്തതിലാണ് 51 പേർ എത്തിയതെന്ന് ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ വ്യക്തമാക്കി. 51 പേര് ഓൺലൈൻ സംവിധാനം ഉപയോഗിച്ച് കടന്നുപോയതായിട്ട് മനസ്സിലാക്കുന്നത്. അതാണ് ഗവൺമെന്റ് സുപ്രീം കോടതിയിൽ സമർപ്പിച്ചതായിട്ടുള്ള അഫിഡവിറ്റിനകത്ത് ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത്. പറ്റില്ല, അതുവഴി കടന്നുപോയതായിട്ട് രേഖകൾ കാട്ടുന്നത് ഇതാണ്. ഇതേ നമ്മുടെ കൈവശമുള്ള രേഖകൾ. നമുക്ക് അവിടെ അല്ലാതെ അവിടെ വരുന്ന അയ്യപ്പസ്വാമിമാരുടെ പ്രായം അന്വേഷിക്കലൊന്നും നമ്മുടെ ഒരു കൺസേൺ അല്ലാത്തത് കൊണ്ട് തന്നെ അത് ഉണ്ടായിട്ടില്ല. യുവതികളെ തിരിച്ചറിഞ്ഞത് രജിസ്ട്രേഷൻ സമയത്ത് നൽകുന്ന ആധാർ രേഖയിലൂടെയാണ്. രജിസ്ട്രേഷൻ സ്ലിപ്പ് പമ്പയിൽ സ്റ്റാമ്പ് ചെയ്തപ്പോഴാണ് ദർശനത്തിനെത്തിയ യുവതികളുടെ എണ്ണവും തിട്ടപ്പെടുത്തിയത്. ഓൺലൈനിന് പുറമെ എത്തിയവർ വേറെയുണ്ടെന്നും മന്ത്രി പ്രതികരിച്ചു. പോലീസ് പ്രൊട്ടക്ഷൻ ചോദിച്ചിട്ടുള്ള ആളുകൾക്ക് പോലീസ് പ്രൊട്ടക്ഷൻ കൊടുക്കാനുള്ള ഉത്തരവാദിത്വമുള്ളത് കൊണ്ട് കൊടുത്തിട്ടുണ്ടെന്നുള്ളത് മാത്രമേ ഉള്ളൂ. വലിയ വാർത്താ പ്രാധാന്യത്തോടു കൂടി പത്രസമ്മേളനമൊക്കെ നടത്തി വന്നിട്ടുള്ള ആളുകൾക്കെതിരായിട്ടുള്ള എതിർപ്പ് വന്നിട്ടുണ്ട് അവിടെ. അതല്ലാതുള്ള ആളുകൾ കടന്നു പോയിട്ടുണ്ടാവാം, നമുക്ക് എങ്ങനെ അറിയാൻ പറ്റും? ശബരിമലയിൽ ദർശനത്തിനെത്തുന്ന വിവരം പരസ്യപ്പെടുത്താതെ എത്തിയവർക്ക് ദർശനത്തിന് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടായില്ല എന്നത് തന്നെയാണ് ഇതിലൂടെ വ്യക്തമായത്. ദർശനം നടത്തിയ യുവതികളുടെ വിഷയത്തിൽ സർക്കാർ സുപ്രീം കോടതിയിൽ നൽകിയ സത്യവാങ്മൂലം പരിശോധിച്ചാൽ എല്ലാം വ്യക്തമാകുമെന്നും ദേവസ്വം മന്ത്രി വിശദീകരിച്ചു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. സർക്കാർ കൃത്യമായ കണക്കാണ് കോടതിയിൽ നൽകിയതെന്ന് ദേവസ്വം ബോർഡ് അംഗം വി ജയകുമാർ. കൃത്യമായ മിഷണറി വെച്ചാണ് സർക്കാർ കണക്കെടുത്തത്. തന്ത്രി ആചാരലംഘനമോ കോടതി അലക്ഷ്യമോ നടത്തിയെങ്കിൽ ബോർഡ് നടപടിയെടുക്കും. സർക്കാരിന് പരിശോധിക്കാനുള്ള മിഷനറി ഉണ്ടാവും. അതുകൊണ്ടായിരിക്കും കൃത്യമായ കണക്ക് സർക്കാർ കൊടുത്തിട്ടുള്ളത്. തന്ത്രി ആചാരലംഘനമാണെന്ന രീതിയിൽ കുറേ നടപടികളെ സ്വീകരിക്കുകയാണെങ്കിൽ തീർച്ചയായും തന്ത്രിക്ക്
തന്ത്രിക്ക് നടപടിക്കെതിരെ നടപടിയെടുക്കേണ്ടി. സുപ്രീം കോടതിയുടെ വിധിയെ തന്ത്രി ലംഘിക്കുകയാണെങ്കിൽ തന്ത്രിക്കെതിരെ നടപടിയെടുക്കും. സുരക്ഷ നൽകണമെന്ന സുപ്രീം കോടതി വിധിയിൽ സന്തോഷമെന്ന് ശബരിമല ദർശനം നടത്തിയ ബിന്ദു. സ്ത്രീകളുടെ അന്തസ് ഉയർത്തുന്ന വിധിയാണ് സുപ്രീം കോടതിയിൽ നിന്നുമുണ്ടായത്. കൂടുതൽ ആളുകൾ ശബരിമലയിൽ എത്തിയിട്ടുണ്ടാകും എന്ന് തന്നെയാണ് കരുതുന്നത്. ഭയം കാരണമാകും പുറത്തു പറയാത്തത്. സാധാരണ ജീവിതത്തിന് കൂടുതൽ സുരക്ഷ വേണം, അതിനാലാണ് കോടതിയെ സമീപിച്ചതെന്നും ബിന്ദു പറഞ്ഞു. ഇപ്പോൾ ഇന്ന് വന്നിട്ടുള്ള സുപ്രീം കോടതി വിധി ഇന്ത്യയിലെ ജനങ്ങളുടെ ആത്മാഭിമാനം ഉയർത്തിപ്പിടിക്കുന്ന ഒരു വിധിയായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. ഇവിടെ കേരളത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥിതിവിശേഷത്തിൻ്റെ യാഥാർത്ഥ്യം സുപ്രീം കോടതിക്ക് മനസ്സിലായതിൻ്റെ ഭാഗമായിട്ട് കൂടിയാണ് ഇത്തരത്തിലൊരു വിധിയെന്ന് ഞാൻ കരുതുന്നു. അക്രമകാരികളായ ചില ആളുകൾ ഭീഷണിപ്പെടുത്തുകയും തെറി വിളിക്കുകയും നമ്മളെ വളരെ മോശപ്പെട്ട ഒരു ഭാഷ ഉപയോഗിച്ചുകൊണ്ട് അബ്യൂസ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ ഇവരുടെ ഈ പ്രവർത്തികൾക്ക് എതിരായിട്ടുള്ള ഒരു വിധിയായിട്ട് കൂടിയാണ് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിലെ വിധിനെ ഞാൻ കണക്കാക്കുന്നത്. എനിക്ക് വീണ്ടും പറയാനുള്ളത്, സുപ്രീം കോടതിയിലുള്ള ഒരു വിശ്വാസത്തെ ഊട്ടിയുറപ്പിക്കുന്നതാണ് ഈ വിധി. 51 യുവതികൾ ഓൺലൈൻ രജിസ്ട്രേഷനിലൂടെ ശബരിമലയിൽ എത്തിയതിൽ കൃത്രിമമില്ലെന്ന് വിലയിരുത്തൽ. സർക്കാർ സുപ്രീം കോടതിയിൽ സമർപ്പിച്ച പട്ടികയിൽ കേരളത്തിൽ നിന്നുള്ളവർ ഇല്ല എന്നുള്ളത് ഇത് വ്യക്തമാക്കുന്നു. ഓരോ യുവതിയും ഓൺലൈൻ മുഖേനയാണ് അവരുടെ ആധാർ വിവരങ്ങൾ രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഇതിൽ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തുനിന്നും ഇടപെടൽ നടത്താനാകില്ല എന്നതും ഇതിലൂടെ വ്യക്തമാകുന്നു. ശബരിമലയിൽ ദർശനത്തിനെത്താനുള്ള എളുപ്പമാർഗമാണ് ഭക്തർക്ക് ഓൺലൈൻ രജിസ്ട്രേഷൻ. ഇതുപയോഗിച്ച് തന്നെയാണ് 7564 യുവതികൾ ഈ മണ്ഡലകാലത്ത് രജിസ്റ്റർ ചെയ്തതും. ഇതിൽ ദർശനത്തിനെത്തിയ 51 യുവതികളിൽ ഭൂരിഭാഗം പേരും സ്വന്തം നിലയ്ക്കാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. മറ്റു ചിലരാകട്ടെ ഓൺലൈൻ സംവിധാനത്തിലെ പരിചയക്കുറവ് മൂലം മറ്റ് ഇന്റർനെറ്റ് കഫേകൾ മുഖേനയാണ് രജിസ്റ്റർ ചെയ്തത്. ഇതിൽ കൃത്രിമം കാട്ടാൻ സംസ്ഥാന സർക്കാരിന് സാധിക്കില്ല എന്നുള്ളതും ഇതിലൂടെ വ്യക്തം. ഒപ്പം സർക്കാർ സുപ്രീം കോടതിയിൽ സമർപ്പിച്ച പട്ടികയിൽ കേരളത്തിൽ നിന്നുള്ളവർ ആരുമില്ല എന്നുള്ളതും ശ്രദ്ധേയമാണ്. നിലവിൽ സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയിൽ സമർപ്പിച്ച പട്ടികയിലെ യുവതികളുടെ പ്രായത്തെ ചൊല്ലി വിവാദമുയരുമ്പോൾ ശബരിമലയിൽ നിലനിന്ന സംഘർഷാന്തരീക്ഷം ഇതിന് കാരണമായെന്നാണ് വിലയിരുത്തൽ. അവർ രേഖപ്പെടുത്തിയ ആധാർ വിവരപ്രകാരം തന്നെയാണ് ശബരിമലയിൽ ഇവർ എത്തിയപ്പോൾ സ്ലിപ്പുകൾ സ്റ്റാമ്പ് ചെയ്ത് നൽകിയിട്ടുള്ളതും. വിവരം നിലവിൽ പുറത്തുവന്ന സാഹചര്യത്തിൽ തങ്ങളുടെ ജീവന് അപായമുണ്ടാകുമോ എന്ന പേടിയും ഇവരെ സത്യം പറയുന്നതിൽ നിന്നും അകറ്റി നിർത്തുന്നു എന്നാണ് വിദഗ്ധ വിലയിരുത്തൽ. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. മണ്ഡല മകരവിളക്ക് കാലത്ത് 51 സ്ത്രീകൾ ശബരിമലയിൽ ദർശനം നടത്തിയതിന്റെ പട്ടിക സർക്കാർ സുപ്രീം കോടതിയിൽ നൽകിയതോടെ അയിത്താചരണക്കാർ നേരിടുന്നത് വൻ പരാജയം. കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ ദർശനത്തിനെത്തുന്ന സ്ത്രീകൾക്ക് പോലീസ് പിന്തുണ നൽകുന്നില്ല എന്ന വാദവും അസ്ഥാനത്തായിരിക്കുകയാണ്. ഇതോടെ സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടത്തുന്ന നിരാഹാര സമരം അവസാനിപ്പിച്ച് തലയുയരാനുള്ള ശ്രമത്തിലാണ് BJP. ശബരിമലയിൽ ദർശനം നടത്തിയ സ്ത്രീകളുടെ പേരും വിലാസവും തിരിച്ചറിയൽ രേഖകളും അടക്കമുള്ള വിവരങ്ങൾ സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയിൽ സമർപ്പിച്ചതോടെ അയിത്താചരണക്കാർ വൻ തിരിച്ചടി നേരിടുകയാണ്. ഭരണഘടനാ തത്വങ്ങൾ ഉയർത്തിപ്പിടിച്ച് സംസ്ഥാന സർക്കാർ സുപ്രീം കോടതി വിധി നടപ്പാക്കാൻ ശ്രമിച്ചപ്പോൾ BJPയും RSSും കർമ്മസമിതിയും ഒപ്പം കോൺഗ്രസും അത് പരാജയപ്പെടുത്താനായിരുന്നു നിരന്തരം ശ്രമിച്ചത്. ലിംഗസമത്വം എന്ന ഭരണഘടനാ തത്വം പാലിക്കാനായിരുന്നു കോടതി വിധിയെ തുടർന്ന് സർക്കാർ ശ്രമിച്ചത്. എന്നാൽ കേവലം അയിത്താചരണത്തിന്റെ മറവിൽ ശബരിമലയിൽ അക്രമം അഴിച്ചുവിട്ട് രാഷ്ട്രീയ നേട്ടമുണ്ടാക്കാനായിരുന്നു BJP RSS ശ്രമം. അതൊക്കെ അതിജീവിച്ച് സ്ത്രീകൾ ദർശനം നടത്തിയപ്പോൾ അനാചാരങ്ങൾക്കെതിരായ പോരാട്ടം കൂടിയായി മാറിയത്. ശബരിമല വിഷയത്തിൽ സുപ്രീം കോടതി വിധിയെപ്പോലും വെല്ലുവിളിക്കുന്ന സമീപനമാണ് BJPയുടെ സംസ്ഥാന നേതൃത്വം മുതൽ കേന്ദ്ര നേതൃത്വവും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും വരെയും സ്വീകരിച്ചത്. ശബരിമലയിൽ ദർശനം നടത്തിയ കനകദുർഗയ്ക്കും ബിന്ദുവിനും സംരക്ഷണം തുടരാൻ കോടതി നിർദ്ദേശിച്ചത് അക്ഷരാർത്ഥത്തിൽ ഇവർക്കെല്ലാമുള്ള താക്കീത് കൂടിയായി മാറി. ശബരിമലയിൽ 10 വയസ്സിനും 50 വയസ്സിനും ഇടയിൽ പ്രായമുള്ള സ്ത്രീകൾ ദർശനം നടത്തിയാൽ ആത്മാഹൂതി ചെയ്യുമെന്ന ഹിന്ദു ഐക്യവേദി നേതാക്കൾക്കും സർക്കാർ നൽകിയ പട്ടിക തിരിച്ചടിയായിരിക്കുകയാണ്. പറഞ്ഞതിൽ നിന്ന് പിന്മാറാൻ ഇനി പുതിയ വാദമുഖങ്ങൾ നിരത്തേണ്ടി വരും KP ശശികലയെ പോലുള്ളവർക്ക്. ഇനി അയിത്താചരണക്കാർക്ക് അവശേഷിക്കുന്ന ആയുധം അക്രമം മാത്രമാണ്. ദർശനം നടത്തിയ സ്ത്രീകൾക്കും അവരുടെ വീടുകൾക്കും നേരെയും അക്രമം അഴിച്ചുവിടാനാണ് ഇപ്പോൾ ശ്രമം നടക്കുന്നത്. എന്നാൽ വനിതാ മതിൽ പോലുള്ള പ്രതിരോധങ്ങൾ അക്രമവും അവർക്ക് അപ്രാപ്യമാക്കുകയാണ്. സ്ത്രീകൾ ദർശനം നടത്തിയ പട്ടിക സർക്കാർ സുപ്രീം കോടതിയിൽ സമർപ്പിച്ചതോടെ ശബരിമല വിഷയമുയർത്തി സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടത്തിവരുന്ന നിരാഹാര സമരം അവസാനിപ്പിച്ച് തടിയൂരാനുള്ള നീക്കവും BJP നേതൃത്വം തുടങ്ങിക്കഴിഞ്ഞു. സമരത്തിന് ആളെ കിട്ടാനില്ലാത്തതും നിരാഹാരം കിടക്കാൻ പ്രമുഖ നേതാക്കൾ തയ്യാറാകാത്തതും BJP നേതൃത്വത്തെ അങ്കലാപ്പിലാക്കിയിരുന്നു. സമരം 47 ദിവസം പിന്നിടുമ്പോൾ അണികൾക്ക് ആവേശമില്ലാത്തതും നേതാക്കൾക്കിടയിലെ ചേരിപ്പോരും മൂലം വിചാരിച്ചത്ര രാഷ്ട്രീയ നേട്ടമുണ്ടാക്കാൻ കഴിഞ്ഞില്ലെന്ന വിലയിരുത്തലും പാർട്ടിക്കുണ്ട്. പിന്തുണയില്ലാത്ത സമരം എത്രയും വേഗം അവസാനിപ്പിക്കാൻ RSS നേതൃത്വവും നിർദ്ദേശം നൽകിക്കഴിഞ്ഞു. സംസ്ഥാന അധ്യക്ഷൻ PS ശ്രീധരൻപിള്ള ഏകപക്ഷീയമായി നിരാഹാര സമരം പ്രഖ്യാപിച്ചത് എതിർപക്ഷ നേതാക്കളെ ചൊടിപ്പിക്കുകയും ചെയ്തിരുന്നു. ശബരിമല നട 19-ന് അടയ്ക്കുന്നതിനാൽ
ഇനി സമരവുമായി മുന്നോട്ടു പോകുന്നതിൽ അർത്ഥമില്ലെന്നും നേതൃത്വം വിലയിരുത്തുന്നുണ്ട്. 20-ന് കർമ്മസമിതിയുടെ അയ്യപ്പ സംഗമം നടക്കുന്നതിന് മുൻപ് സമരം അവസാനിപ്പിച്ച് തലയൂരാനാണ് ഇപ്പോഴത്തെ ശ്രമം. നിരാഹാരം കിടന്നിരുന്ന VT രമ മാറി പകരം PK കൃഷ്ണദാസിനെ കൊണ്ടുവന്നത് നാളെ സമരം അവസാനിപ്പിക്കുന്നതിന്റെ സൂചന കൂടിയായി മാറി. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ഇടവേള. വാർത്തകൾ തുടരുന്നു. രാമക്ഷേത്ര നിർമ്മാണത്തിൽ മലക്കം മറിഞ്ഞ RSS. ക്ഷേത്ര നിർമ്മാണം 2025-ലെന്ന് RSSലെ രണ്ടാമനും ജനറൽ സെക്രട്ടറിയുമായ ബയ്യാജി ജോഷി പറഞ്ഞു. ഉത്തർപ്രദേശിൽ കുംഭമേളയിൽ സംസാരിക്കുകയായിരുന്നു ബയ്യാജി ജോഷി. രാമക്ഷേത്ര നിർമ്മാണം ഉടൻ ആരംഭിക്കുമെന്നായിരുന്നു ഇതുവരെ RSS പറഞ്ഞിരുന്നത്. രാമക്ഷേത്ര നിർമ്മാണത്തിൽ വീണ്ടും നിലപാട് മാറ്റുകയാണ് RSSും BJPയും. സുപ്രീം കോടതി കേസ് പരിഗണിക്കുന്നത് വൈകുന്നതുകൊണ്ടാണ് ക്ഷേത്ര നിർമ്മാണം താമസിക്കുന്നതെന്നായിരുന്നു ഇതുവരെ RSS പരസ്യമായി പറഞ്ഞിരുന്നത്. എന്നാൽ കുംഭമേളയിൽ സംസാരിക്കുകയായിരുന്ന RSS ജനറൽ സെക്രട്ടറി ബയ്യാജി ജോഷി രാമക്ഷേത്ര നിർമ്മാണം 2025-ലെ ആരംഭിക്കുകയുള്ളൂവെന്ന് വെളിപ്പെടുത്തി. ബയ്യാജി പറഞ്ഞതിങ്ങനെ: 1952-ൽ സോമനാഥ ക്ഷേത്ര നിർമ്മാണം ആരംഭിച്ചതിനു ശേഷമാണ് ഗുജറാത്തിൽ വികസനം ആരംഭിച്ചത്. അതുപോലെ 2025-ൽ രാമക്ഷേത്ര നിർമ്മാണം ആരംഭിക്കുമ്പോൾ രാജ്യം വികസനത്തിലേക്ക് കുതിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. RSSന്റെയും BJPയുടെയും പ്രഖ്യാപിത നിലപാടിൽ നിന്നുള്ള പിന്നോട്ടു പോക്കാണിത്. പ്രസ്താവന വിവാദമായതോടെ പ്രതികരണവുമായി BJP കേന്ദ്ര നേതൃത്വം രംഗത്തെത്തി. നിയമമനുസരിച്ച് ക്ഷേത്ര നിർമ്മാണം നടത്തുമെന്ന് മന്ത്രി സ്മൃതി ഇറാനി അറിയിച്ചു. मैं क्योंकि कैबिनेट की मेंबर हूं, इसलिए ये भी कहना चाहूंगी कि माननीय प्रधानमंत्री जी ने भी जब उनसे ये सवाल किया गया तब संविधान की मर्यादा में रहकर किस प्रकार से भारत सरकार इस मुद्दे पर अपना कार्य करेगी उस पर प्रधानमंत्री जी स्वयं बोल चुके हैं. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഓർഡിനൻസ് ഇറക്കി ക്ഷേത്ര നിർമ്മാണം ആരംഭിക്കുമെന്നാണ് സംഘപരിവാർ സംഘടനകൾ പ്രചാരണം നടത്തുന്നത്. ഹിന്ദു വോട്ട് ഏകീകരണത്തിനായി രാമക്ഷേത്ര വിഷയം സജീവമായി നിലനിർത്തുകയാണ് സംഘപരിവാർ ലക്ഷ്യമെന്ന് ബയ്യാജി ജോഷിയുടെ പ്രസ്താവനയിലൂടെ വ്യക്തമാകുന്നു. ന്യൂസ് ബ്യൂറോ, ദില്ലി. കർണാടകയിൽ കോൺഗ്രസ് നിയമസഭാ കക്ഷി യോഗത്തിൽ 75 MLA-മാർ പങ്കെടുത്തു. 4 വിമത MLA-മാർ യോഗത്തിനെത്തിയില്ല. കോടതിയിൽ ഹാജരാകാൻ ഒരാൾ അവധി തേടി. JDS കോൺഗ്രസ് സഖ്യ സർക്കാരിന് പ്രതിസന്ധി ഒഴിഞ്ഞുപോയതായി കോൺഗ്രസ് പ്രതീക്ഷിക്കുന്നു. ഓപ്പറേഷൻ താമര എന്ന പേരിൽ BJP ഉയർത്തിയ പ്രതിസന്ധി തരണം ചെയ്തുവെന്ന് പ്രഖ്യാപിക്കാനാണ് കോൺഗ്രസ് നിയമസഭാ കക്ഷി യോഗം ബാംഗ്ലൂരിൽ ചേർന്നത്. നിയമസഭാ കക്ഷി നേതാവ് സിദ്ധരാമയ്യ വിപ്പ് നൽകി വിളിച്ചു ചേർത്ത യോഗത്തിൽ കോൺഗ്രസ് പ്രതീക്ഷിച്ചതുപോലെ 4 MLA-മാർ പങ്കെടുത്തില്ല. വിമത MLA-മാരായ മഹേഷ് കുംദാളി, ഉമേഷ് ജാദവ്, രമേഷ് ജാർക്കോളി എന്നിവർ യോഗ സമയത്ത് BJP നേതാക്കൾക്കൊപ്പം മുംബൈയിൽ തന്നെ തങ്ങി. ബെല്ലാരി റൂറൽ MLA നാഗേന്ദ്ര കോടതിയിൽ നേരിട്ട് ഹാജരാകുന്നതിനാൽ യോഗത്തിൽ പങ്കെടുക്കാനാകില്ലെന്ന് നേരത്തെ അറിയിച്ചിരുന്നു. ഇദ്ദേഹമടക്കം 76 MLA-മാരാണ് കോൺഗ്രസിലുള്ളത്. ഇതോടെ JDS കോൺഗ്രസ് സഖ്യ സർക്കാരിന്റെ അംഗബലം കുറഞ്ഞെങ്കിലും സർക്കാരിന് ഭീഷണിയില്ല എന്നത് നേതാക്കൾക്ക് ആശ്വാസകരമായി. വിമത MLA-മാരെ എങ്ങനെ കൈകാര്യം ചെയ്യുമെന്നത് കോൺഗ്രസ് തീരുമാനിക്കും. അതേസമയം തന്ത്രങ്ങൾ പാളിയതോടെ ദില്ലിയിൽ പാർപ്പിച്ചിരുന്ന എല്ലാ BJP MLA-മാരെയും കർണാടകയിലേക്ക് കേന്ദ്ര നേതൃത്വം മടക്കി അയച്ചു. ന്യൂസ് ബ്യൂറോ, ദില്ലി. രാമക്ഷേത്ര നിർമ്മാണത്തിൽ തൃശൂർ മാന്താമംഗലം പള്ളി തർക്കത്തിൽ യാക്കോബായ ഓർത്തഡോക്സ് വിഭാഗങ്ങൾ തമ്മിലുണ്ടായ പ്രശ്നങ്ങൾക്ക് താൽക്കാലിക പരിഹാരം. ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ നടന്ന മധ്യസ്ഥ ചർച്ചയിലൂടെയാണ് പ്രതിഷേധം അവസാനിച്ചത്. പള്ളിക്കകത്ത് പ്രതിഷേധിച്ചിരുന്ന ഇരുവിഭാഗവും പുറത്തിറങ്ങാതെയായതോടെ പള്ളി അടച്ചുപൂട്ടി. സംഘർഷമുണ്ടാക്കിയ വൈദികരടക്കം 120 പേർക്കെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട്. വിവരങ്ങളുമായി സിബി ചേരുന്നു. സിബി, ഇപ്പോൾ അവിടെ എങ്ങനെയാണ് അവസ്ഥ? പള്ളിയിൽ ആരെങ്കിലും ഉണ്ടോ? സംഘർഷത്തിനെല്ലാം അയവ് വന്നിട്ടുണ്ടോ? അശ്വതി, ഇപ്പോൾ അവിടെ സംഘർഷത്തിനെല്ലാം അയവ് വന്നിട്ടുണ്ട്. ഈ അവകാശ തർക്കത്തിന്റെ പേരിലായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലായി മാന്നാമംഗലം സെന്റ് മേരീസ് പള്ളിയിൽ ഓർത്തഡോക്സ് യാക്കോബായ വിഭാഗങ്ങൾ തമ്മിൽ സംഘർഷവും പ്രതിഷേധവും ഉണ്ടായത്. ഈ ഒരു പ്രതിഷേധത്തിനാണ് ഇപ്പോൾ താത്കാലികമായ പരിഹാരമായത്. ജില്ലാ കളക്ടർ അനുപമയുടെ മധ്യസ്ഥയിൽ നടത്തിയ ചർച്ചയിലാണ് ഇപ്പോൾ ഈ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരമായിരിക്കുന്നത്. ഇരു വിഭാഗങ്ങളുമായും ഈ കളക്ടർ മാറി മാറി വെവ്വേറെ എല്ലാം തന്നെയും ചർച്ച നടത്തുകയുണ്ടായി. പിന്നീട് ഇവർ തമ്മിൽ കൂട്ടായി നിന്നുകൊണ്ട് ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം എന്ന നിലയിൽ അവർ ചില കാര്യങ്ങൾ അംഗീകരിച്ചുകൊണ്ടാണ് ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരമായത്. പ്രധാനമായും ഹൈക്കോടതിയിൽ നിലവിലുള്ള അപ്പീലിൽ ഒരു തീരുമാനമാകുന്നതുവരെ ഈ പള്ളിയിലോ പള്ളിയുടെ പരിസര പ്രദേശങ്ങളിലോ ഓർത്തഡോക്സ് വിഭാഗം പ്രവേശിക്കില്ലെന്ന് ഈ പ്രതിനിധികൾ തന്നെ ഉറപ്പു നൽകുകയും ചെയ്തിട്ടുണ്ട്. ഈ പള്ളിക്കകത്ത് പ്രതിഷേധിച്ചിരുന്ന ആളുകളോട് പുറത്തിറങ്ങാൻ കളക്ടർ നിർദ്ദേശിച്ചിരുന്നു. ഇവരും യാക്കോബായ വിഭാഗമായിരുന്നു പള്ളിക്കകത്ത് അവസാനമായി തമ്പടിച്ചിരുന്നത്. ഇവരും പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങിയതോടെ പള്ളി താത്കാലികമായി അടച്ചുപൂട്ടുകയും ചെയ്തു. അതേസമയം തന്നെ കഴിഞ്ഞ ദിവസം ഉണ്ടായ ഈ സംഘർഷങ്ങളിൽ 120 പേർക്കെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട്.
അതിൽ തൃശൂർ ഭദ്രാസനാധിപനായിരുന്ന യൂഹാനാൻ മാർ ബിനിത്യൂസ് ഉൾപ്പെടെ നിരവധി വൈദ്യർക്കെതിരെ എല്ലാത്തിന്റെയും കേസിൽ പ്രതി ചേർത്തിട്ടുണ്ട്. ഇതിൽ 42 പേരെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. ഇവർക്കെതിരെ വധശ്രമം, കലാപം ഉണ്ടാക്കാൻ തുടങ്ങിയ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് കേസെടുത്തിരിക്കുന്നത്. എന്തായാലും ഈ ഒരു പ്രശ്നത്തിന് ഇപ്പോൾ താത്കാലികമായി പരിഹാരം വഹിക്കുന്നു. ഇനി വരും ദിവസങ്ങളിലും ഈ ഇരു കൂട്ടരുമായി കളക്ടർ ചർച്ചകൾ നടത്തും. എന്തായാലും ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ എല്ലാ സംഘർഷത്തിലും അയവ് വന്നിരിക്കുന്നു. അശ്വതി, സിബിയാണ് വിവരങ്ങൾ നൽകിയത്. സഭയിലെ വൈദികരുടെയും സന്യസ്തരുടെയും അച്ചടക്കം സംബന്ധിച്ച മാർഗരേഖയുമായി സീറോ മലബാർ സഭാ സിനഡ്. ഗുരുതര അച്ചടക്ക ലംഘനം നടത്തിയാൽ കർശനമായ നടപടി ഉണ്ടാകും എന്ന മുന്നറിയിപ്പോടെയാണ് കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി സർക്കുലർ പുറപ്പെടുവിച്ചിരിക്കുന്നത്. പൊതുസമരങ്ങൾക്കും വ്യവഹാരങ്ങൾക്കും പുറപ്പെടുന്ന വൈദികരും കന്യാസ്ത്രീകളും കാനോൺ നിയമങ്ങൾ പാലിച്ചിരിക്കണമെന്ന നിർദ്ദേശമുണ്ട്. രൂപത അധ്യക്ഷന്റെ അനുവാദമില്ലാതെ ചാനൽ ചർച്ചകളിൽ പങ്കെടുക്കരുതെന്നും സഭാവിരുദ്ധന്മാരെ കൂട്ടുപിടിച്ച് പ്രതിരോധിക്കാനുള്ള സമീപകാല പ്രവണത അംഗീകരിക്കില്ലെന്നും സർക്കുലറിൽ വ്യക്തമാക്കുന്നു. ജനുവരി 7 തുടങ്ങിയ സിനഡ് ഇന്ന് സമാപിച്ചു. സമീപകാലത്ത് ഏതാനും ചില വൈദികരും കന്യാസ്ത്രീകളും ഉൾപ്പെട്ട പരസ്യ പ്രതിഷേധങ്ങളും സമരങ്ങളും അച്ചടക്കത്തിന്റെ സകല സീമകളും ലംഘിച്ചുവെന്ന് വിലയിരുത്തിയാണ് സിനഡ് പുതിയ മാർഗരേഖ പുറത്തിറക്കിയത്. വൈദികരും സന്യസ്തരും പാലിക്കേണ്ട 6 കാര്യങ്ങൾ അക്കമിട്ട് നിർത്തിയാണ് കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരിയുടെ സർക്കുലർ. സഭയിൽ ഗുരുതര അച്ചടക്ക ലംഘനം നടത്തുന്ന വ്യക്തികൾക്ക് കാരണക്കണിക്കൽ നോട്ടീസ് നൽകും. മറുപടി തൃപ്തികരമല്ലെങ്കിൽ അച്ചടക്ക നടപടി ഉണ്ടാകും. സഭാവിരുദ്ധന്മാരെയും മാധ്യമങ്ങളെയും കൂട്ടുപിടിച്ച് അച്ചടക്ക നടപടിയെ പ്രതിരോധിക്കാനുള്ള പ്രവണത അംഗീകരിക്കില്ല. സഭയ്ക്കെതിരെ വ്യാജ വാർത്തകൾ നൽകുന്ന ഓൺലൈൻ പത്രങ്ങൾ ഉൾപ്പെടെയുള്ളവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കും. രൂപതാധ്യക്ഷന്റെയോ മേജർ സുപ്പീരിയറുടെ അനുമതിയില്ലാതെ വൈദികരോ കന്യാസ്ത്രീകളോ ചാനൽ ചർച്ചകളിൽ പങ്കെടുക്കരുതെന്നും നിർദ്ദേശമുണ്ട്. സഭ നിയോഗിക്കുന്ന വക്താക്കളോ മീഡിയ കമ്മീഷനോ നൽകുന്നവ മാത്രമാകും ഔദ്യോഗിക വാർത്തകൾ. പൊതുസമരങ്ങൾക്കും വ്യവഹാരങ്ങൾക്കും പുറപ്പെടുന്ന വൈദികരും സന്യസ്തരും കാനൂനിക നിയമങ്ങൾ പാലിക്കാൻ കടപ്പെട്ടവരാണ്. ഇക്കാര്യത്തിൽ വീഴ്ച വരുത്തിയാൽ അച്ചടക്ക ലംഘനമായി കരുതും. സഭയുടെ ഔദ്യോഗിക സംഘടനയുടെ പ്രസ്ഥാനമെന്ന് തോന്നിപ്പിക്കുന്ന രീതിയിൽ വിശ്വാസികളെ തെറ്റിദ്ധരിപ്പിച്ച് പ്രവർത്തിക്കുന്ന സംഘടനകളെ അംഗീകരിക്കില്ലെന്നും സിനഡ് വ്യക്തമാക്കിയിട്ടുണ്ട്. ഇവരിൽ നിന്നും വിശ്വാസികൾ അകന്നു നിൽക്കണമെന്നും നിർദ്ദേശമുണ്ട്. സഭാഭൂമി ഇടപാടുമായി ബന്ധപ്പെട്ട് നടന്ന പ്രതിഷേധങ്ങളുടെയും ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കലിനെതിരായി നടന്ന സമരങ്ങളുടെയും പശ്ചാത്തലത്തിലാണ് കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി വൈദികർക്കും സന്യസ്തർക്കും പുതിയ മാർഗരേഖ പുറത്തിറക്കിയിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, കൊച്ചി. ആലപ്പാട് സമരം തുടരുന്നത് ദൌർഭാഗ്യകരമെന്ന മന്ത്രി പി ജയരാജൻ. സമരം ചെയ്യുന്നവർ പുറത്തു നിന്നുള്ളവരാണ്. അവിടുത്തെ എല്ലാ കാര്യങ്ങളും സർക്കാർ പരിശോധിച്ചതാണ്. ചെയ്യാൻ പറ്റുന്നതെല്ലാം സർക്കാർ ചെയ്തു കഴിഞ്ഞു. ഉടൻ തന്നെ ആലപ്പാട് സന്ദർശിക്കുമെന്നും വ്യവസായ മന്ത്രി തിരുവനന്തപുരത്ത് പറഞ്ഞു. സമരസമിതി പറയുന്ന കാര്യങ്ങളൊന്നും വസ്തുതാപരമായിട്ടുള്ളതല്ല. നിങ്ങൾ ഈ സമരം നടത്തുമ്പോൾ ഒരു മെമ്മോറാണ്ടം എന്തൊക്കെ ഒരു ഭാഷയിൽ ഗവൺമെന്റ് മുമ്പിൽ ഉന്നയിക്കും എന്ന് അവരോട് തന്നെ ഞാൻ അവിടെ ചോദിച്ചിട്ടുള്ളതാണ്. യഥാർത്ഥത്തിൽ ദൗർഭാഗ്യകരമാണ് സമരം തുടരുന്നത്. ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇന്നലെ തന്നെ പറഞ്ഞിട്ടുണ്ട്, ആലപ്പാട് വരുന്നുണ്ട്. ഇന്നില്ല, ഞാൻ ആലപ്പാട് ഞങ്ങൾ അവിടുത്തെ MLA-യും ഞാനും അവിടെ സന്ദർശിക്കും. ഏറ്റവും നന്നായി വികാരങ്ങളും വസ്തുതകളും മനസ്സിലാക്കിയിട്ടുള്ളത് ഗവൺമെന്റാണ്. അവിടുത്തെ എല്ലാ കാര്യങ്ങളെക്കുറിച്ചും വളരെ വിശദമായി ഞങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ഞാൻ പറയുന്നത് ഒരു ഗവൺമെന്റ് പക്ഷമായിട്ട് വരണ്ട, എല്ലാവരും കൂടി ചെന്ന് പോയി പരിശോധിച്ച് ഇതിനെക്കുറിച്ചൊരു നിജസ്ഥിതി മനസ്സിലാക്കുമ്പോൾ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലാക്കും. അപ്പോൾ ഗവൺമെന്റിന്റെ നിലപാടാണ് ശരിയെന്ന് കൂടുതൽ ബോധ്യപ്പെടും. നമുക്ക് ആരൊക്കെയാണ്, എന്തൊക്കെയാണ്, ആരുടെയൊക്കെ താല്പര്യങ്ങളാണ്, എന്തൊക്കെയാണ് താല്പര്യങ്ങൾ, എന്താണ് അതിന്റെ അടിസ്ഥാന കാര്യങ്ങൾ എന്നൊക്കെ നമുക്ക് വിശദമായി പരിശോധിക്കാം. ആലപ്പാട് വിഷയത്തിൽ ജനങ്ങളുടെ ആശങ്ക അകറ്റണമെന്ന് CPM സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ. ഇതിനായി സർക്കാർ സ്വീകരിച്ച നടപടികൾ സഹായകരമാണ്. എന്നാൽ ഖനനം നിർത്തിവെച്ച് ചർച്ച എന്ന ആവശ്യം അംഗീകരിക്കാനാവില്ല. ഇക്കാര്യത്തിൽ നിയമസഭാ സമിതിയുടെ കണ്ടെത്തൽ നടപ്പിലാക്കാനാണ് സർക്കാർ ശ്രമിക്കേണ്ടതെന്നും കാനം കോഴിക്കോട്ട് പറഞ്ഞു. ജനങ്ങൾക്ക് ഇത് സംബന്ധിച്ചുള്ള ആശങ്ക അകറ്റണം എന്നതാണ്. അങ്ങനെ ആശങ്ക അകറ്റാനാണെങ്കിൽ സർക്കാർ ഇപ്പോൾ എടുത്തിട്ടുള്ള ചർച്ചകളും അതിൻ്റെ വിദഗ്ധ സമിതിയുടെ പരിശോധനയും അതിന് സഹായകരമാണ്. സമരക്കാരുടെ ആവശ്യങ്ങളും ഇപ്പോൾ സർക്കാർ അംഗീകരിക്കണമെന്നുണ്ട്. ജനങ്ങൾക്ക് ഉള്ള ആശങ്ക അകറ്റാൻ അത് പരിശോധിക്കാം. ആലപ്പാട് സമരത്തിൽ ജനങ്ങളുടെ വികാരം സർക്കാരിന് മനസ്സിലാക്കാനായില്ലെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. ഇത് തികച്ചും ദൌർഭാഗ്യകരമെന്നും മുഖ്യമന്ത്രി ഇടപെട്ട പ്രശ്നം പരിഹരിക്കണമെന്നും ഇതിൽ രാഷ്ട്രീയം കലർത്താൻ ഉദ്ദേശിക്കുന്നില്ല എന്നും പ്രതിപക്ഷ നേതാവ് പത്തനംതിട്ടയിൽ പറഞ്ഞു. ആലപ്പാട് സമരം ചെയ്യുന്ന സാധാരണക്കാരായ ജനങ്ങളുടെ വികാരം ഉൾക്കൊള്ളാൻ സർക്കാരിന് കഴിഞ്ഞില്ല. അത് വളരെ ദൗർഭാഗ്യകരമായ ഒരു കാര്യമാണ്. ആ പ്രദേശത്തെ ജനങ്ങളുടെ വികാരത്തെ ഉൾക്കൊണ്ടുകൊണ്ട് ഒരു പ്രശ്നപരിഹാരത്തിനായിരുന്നു സർക്കാർ ശ്രമിക്കേണ്ടത്. സർക്കാർ ഈ ചർച്ചയിൽ ഒരു കാരണവശാലും ജനങ്ങളുടെ വികാരം ഉൾക്കൊണ്ടില്ല എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇനിയാണെങ്കിലും മുഖ്യമന്ത്രി ഇടപെട്ട് ഈ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കണം. സമരം അനിശ്ചിതമായി നീട്ടിക്കൊണ്ടു പോകുന്നത് ശരിയല്ല. ഇടവേള.
സ്വർണ്ണാഭരണ വ്യവസായ മേഖലയിലെ നികുതി വെട്ടിപ്പ് തടയുക, കള്ളക്കടത്ത് തടയുക, നികുതി നൽകിയുള്ള സ്വർണ്ണാഭരണ വ്യാപാരം പ്രോത്സാഹിപ്പിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് പ്രചാരണം നടത്താൻ കേരളത്തിലെ സ്വർണ്ണാഭരണ വ്യാപാര സംഘടനകളുടെ സംയുക്ത വേദിയായ കേരള ജ്വല്ലേഴ്സ് അസോസിയേഷൻ കോർഡിനേഷൻ കമ്മിറ്റി തീരുമാനിച്ചു. ഡോക്ടർ ബി ഗോവിന്ദൻ അധ്യക്ഷൻ, കൺവീനർ MP അഹമ്മദ്, കോർഡിനേറ്റർ അഡ്വക്കേറ്റ് S അബ്ദുൽ നാസർ, ഭാരവാഹികളായ ബാബു M ഫിലിപ്പ്, സുരേന്ദ്രൻ കൊടുവള്ളി, ഷാജു ചിറയപ്പ്, സാബു തോമസ്, MS സുഹാസ് എന്നിവർ സംസാരിച്ചു. വാട്ടർ ടാങ്ക് രംഗത്തെ പ്രമുഖരായ സെൽസർ പോളിമേഴ്സ് വിപണിയിൽ പുത്തൻ കുതിച്ചുചാട്ടത്തിനൊരുങ്ങുന്നു. ഏഷ്യയിലെ തന്നെ ആദ്യത്തെ സമാനതകളില്ലാത്ത ദൃഢമായ ബ്ലോമോഡ് HM HDP സെൽസർ റെനോ സെപ്റ്റിക് ടാങ്കുകൾ വിപണിയിൽ എത്തിക്കുകയാണ് ലക്ഷ്യമെന്ന് സെൽസർ ഗ്രൂപ്പ് പ്രതിനിധികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ബാഹ്യ സമ്മർദ്ദങ്ങളെ ഫലപ്രദമായി ചേർക്കാൻ ശേഷിയുള്ളതാണ് സെൽസർ ടാങ്കുകളെന്ന് സെൽസർ ഗ്രൂപ്പ് അവകാശപ്പെട്ടു. പ്രമുഖ സ്വാതന്ത്ര്യ സമര സേനാനി VK മുഹമ്മദ് സാഹിബിന്റെ ഭാര്യ CP ആയിഷുമ്മ അന്തരിച്ചു. കൈരളി TV ഡയറക്ടർ VK മുഹമ്മദ് അഷ്റഫിന്റെ മാതാവാണ്. സാമൂഹ്യ രാഷ്ട്രീയ രംഗത്തെ പ്രമുഖർ അന്തിമോപചാരം അർപ്പിച്ചു. കൈരളി TVക്ക് വേണ്ടി മാനേജിംഗ് ഡയറക്ടർ ജോൺ ബ്രിട്ടാസ്, ഡയറക്ടർമാരായ AK മൂസ മാസ്റ്റർ, CK കരുണാകരൻ, മാർക്കറ്റിംഗ് വിഭാഗം മാനേജർ AS ജയശങ്കർ എന്നിവർ അന്തിമോപചാരം അർപ്പിച്ചു. മൃതദേഹം വളാഞ്ചേരിയിലെ വീട്ടിൽ പൊതുദർശനത്തിന് ശേഷം അത്തിപ്പറ്റ ജുമ്മ മസ്ജിദിൽ ഖബറടക്കി.